പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയും പ്രഭാത ചിന്തകൾക്കായി കാതോർക്കുകയും ചെയ്യുന്ന എന്നെ എല്ലാ മാന്യമിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ്. ഓരോ പ്രഭാതങ്ങളും നമുക്ക് ഓരോ പ്രതീക്ഷകളാണ്. നമ്മുടെ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താകുമ്പോഴാണ് നമ്മിലേക്ക് നിരാശയുടെ ആ ഒരു പ്രക്രിയ കടന്നു വരുന്നത്. എന്നാൽ നമ്മുടെ പ്രതീക്ഷകൾക്കൊന്നും അസ്തമനം വരുത്താതെ നമ്മുടെ പ്രതീക്ഷകൾക്കെല്ലാം പുതിയ നാമ്പുകൾ തരുവാൻ കഴിയുന്ന ദൈവത്തെയല്ലേ നാം സേവിക്കുന്നത്. ആ ദൈവത്തെക്കുറിച്ച് കേട്ട് ഓരോ പ്രഭാതവും ഉണരുമ്പോൾ എത്രയോ പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ മനസ്സിൻ്റെ അകത്തേക്കുണ്ടാകുന്നത്. പലപ്പോഴും നെഗറ്റീവ് ചിന്താഗതികൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തിരികെ കയറ്റി നാം പലപ്പോഴും നിരാശയുടെ ആ നീർക്കയത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ ഈ പ്രഭാതത്തിൽ മാത്രമല്ല ഓരോ പ്രഭാതത്തിലും നാം കേൾക്കുന്ന ദൈവിക ചിന്തകളുടെ ആഴമേറിയ ആ സത്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് കോറിയിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ആനന്ദം, വലിയ സന്തോഷം, അത് വർണ്ണാതീതമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രഭാതം ദൈവിക ചിന്തകളുടെ കലവറകളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം ദൈവത്തിൻ്റെ കരം എന്നുള്ള ഒരു സബ്ജക്റ്റാണ്. നമുക്കറിയാം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പലപ്പോഴും നാം ദൈവത്തിൻ്റെ കരം അനുഭവിച്ചറിഞ്ഞവരാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെയൊക്കെ ഒന്ന് പുറകോട്ടിറങ്ങി വിചിന്തനം ചെയ്താൽ എത്ര പ്രാവശ്യം ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായി നിന്നിട്ടുണ്ട്. നമ്മളറിയാതെ തന്നെ ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മളതൊക്കെ മറന്നിട്ട് ദൈവത്തോട് പിറുപിറുക്കുന്ന അനുഭവമാണ്. എന്നാൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലം ആരാണ്? നമുക്ക് ലോകത്തിൻ്റെ ഒരു ശക്തിയെയും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഈ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൻ്റെ ആ വലിയ കരം നമ്മളോട് കൂടെയുണ്ട്. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതയാത്രയിൽ ഒരു കപ്പൽ ഛേദമുണ്ടാകുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. താൻ ആ കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടിട്ട് താൻ എത്തുന്ന ഒരു ദ്വീപുണ്ട്, മെലിത്ത എന്ന് പറയുന്ന ദ്വീപ്. ആ ദ്വീപിലെ ജനങ്ങൾ അസാധാരണമായ ദയ ഇവരോട് കാണിച്ചിട്ട് അവർക്ക് ആ തണുത്ത വെള്ളത്തിൽ നിന്ന് കയറി വന്ന ജനത്തിന്, പൗലോസിന് തീ കായുന്ന അല്ലെങ്കിൽ തീ കൂട്ടിക്കൊടുക്കുന്ന ഒരനുഭവം നമുക്കവിടെ കാണുവാൻ കഴിയും. എന്താണ് ഈ രണ്ട് സംഭവങ്ങളും കൂടെ ഞാൻ കോർത്തിണക്കി പറയുവാൻ കാരണം? നമുക്കറിയാം, നാടുവാഴികളുടെ മുൻപിലും രാജാക്കന്മാരുടെ മുൻപിലും ന്യായശാസ്ത്രിമാരുടെ മുൻപിലുമൊക്കെ യേശു ക്രിസ്തു ദൈവമാണ് എന്ന് തെളിയിച്ച ഒരഗാധ പാണ്ഡിത്യമുള്ള മനുഷ്യനാണ് പൗലോസ് എന്ന് പറയുന്നത്. ഇവിടെ പലരും യേശു ക്രിസ്തു ദൈവമല്ല എന്നും യേശു ക്രിസ്തുവിനെ മറ്റ് പല നിലകളിൽ ചിത്രീകരിക്കുമ്പോൾ പ്രഭാതത്തിൽ പറയട്ടെ, യേശു ക്രിസ്തു മാത്രമാണ് ദൈവമെന്ന് പൗലോസ് തൻ്റെ തൂലികയിൽ കൂടെ തെളിയിപ്പിച്ച് നമുക്ക് തരുമ്പോൾ അതിനെ അംഗീകരിക്കുവാൻ നമുക്ക് മനസ്സില്ലാതെ നമ്മൾ പലതിൻ്റെ പുറകെ ഓടുമ്പോൾ ഈ പ്രഭാതത്തിൽ പറയട്ടെ, നമുക്ക് ഇവിടെ കാര്യങ്ങളെ തെളിയിക്കുവാൻ വേദപുസ്തകമല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്തു ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കരം പൗലോസ് തൻ്റെ ജീവിതത്തിൽ ഒരു വട്ടമല്ല പല ആവർത്തി ദൈവത്തിൻ്റെ കരത്തെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരം കുറുതായി പോയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. ആഴിയെ തൻ്റെ ഉള്ളംകൈയിൽ വഹിക്കുന്ന ഈ
പർവ്വതങ്ങളെ തുലാസിൽ തൂക്കുന്ന, അലറി വരുന്ന തിരമാലയ്ക്ക് പഞ്ചസാര മണലുകൊണ്ട് അതിർവരച്ച ആ ദൈവം, പ്രിയരെ, നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ കഴിയാത്ത ഒരു ദൈവമല്ല. സകലത്തെയും ഞാൻ മുൻപേ പറഞ്ഞതുപോലെ സൃഷ്ടിക്കുവാൻ കഴിവുണ്ടെങ്കിൽ നിൻ്റെ പ്രശ്നത്തിൻ്റെ അകത്തും പരിഹാരം തരാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അദ്രക്കടലിൽ അലഞ്ഞു നടന്ന ആ പൗലോസിനെയും തൻ്റെ കൂട്ടരെയും ദൈവത്തിൻ്റെ കരത്താൽ വിടുവിച്ച് അവരെ രക്ഷിച്ച് ഇതാ മെലിത്ത ദ്വീപിൽ കൊണ്ടുവരികയാണ്. നമുക്കറിയാം, മെലിത്ത ദ്വീപിൽ വെച്ച് പൗലോസിൻ്റെ കയ്യിൽ അണലി കടിക്കുകയാണ്. അണലിയെ അവൻ തീയിലേക്ക് കുടഞ്ഞിടുകയാണ്. ഈ പ്രഭാതത്തിൽ പറഞ്ഞവസാനിപ്പിക്കാം, നിന്നെ കൊന്നുകളയുവാൻ, നിന്നെ മുടിച്ചു കളയുവാൻ, നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ പലതും പല വേഷത്തിൽ നിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാലും ഈ പകലിൽ പറയട്ടെ, നിനക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നരുളി ചെയ്ത കർത്താവ് പറയാൻ, എൻ്റെ കരം നിന്നെ വിടുവിപ്പാൻ മതിയായ കരമാണ്. ഈ പ്രഭാതത്തിൽ ആരൊക്കെയോ വേങ്ങലടിച്ച് വളരെ ഭാരപ്പെട്ട് എനിക്ക് വേണ്ടി ആരുണ്ട്, എന്ത് ചെയ്യുമെന്ന് ഉള്ള ചിന്ത നിലയിലാണോ? ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു, ദൈവത്തിൻ്റെ കരം നിന്നോട് കൂടെയുണ്ട്. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കരത്തിൻ്റെ പ്രത്യേകത, അവൻ്റെ കരം കുറുതായി പോയിട്ടുള്ള കരമല്ല, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം കഴിയാത്തൊരു കരമല്ല, മറിച്ച് സകലത്തെയും തൻ്റെ കൈക്കുമ്പിളിൽ ഒതുക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഈ പ്രഭാതത്തിൽ നിൻ്റെ വിഷയം ആത്മാർത്ഥമായി സമർപ്പിക്കും. ദൈവം വിടുതൽ തരാൻ വിശ്വസ്തനാണ്. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.